കുട്ടമ്പുഴ കാര്യം പറഞ്ഞ് ഞാനീ പുന്നേക്കാടെന്ന് എനിക്ക് തോന്നുന്നു ഒത്തിരി കിലോമീറ്റർ ഇല്ല കുട്ടമ്പുഴയ്ക്ക്. ഞാനിവിടെ അടുത്ത് കിടക്കണമെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് മേലിലേക്ക് ഈ വഴിക്കാണ് പോകേണ്ടത്. ആ കാണുന്ന വഴിക്ക് അങ്ങോട്ടാണ് മേലിലേക്കാണ് പോകേണ്ടത്. ആ വഴിക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് നാൾ മുമ്പല്ല, കുറച്ച് അധികം നാൾ മുമ്പ് പകുതിയിട വരെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പുലിമുരുകനൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തത്. ആ സമയത്തൊക്കെ ഒന്ന് ജസ്റ്റ് കയറി പോയെന്നല്ലാതെ അതിൻ്റെ ഇടയ്ക്കൊന്നും ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും പോയി നോക്കാം. പണ്ട് വന്നതാ, പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുലിമുരുകനൊക്കെ ഷൂട്ട് കിടക്കുന്ന സമയത്ത് വന്നതാ. എന്താ അല്ലേ, ലഡാക്ക് പോകാനുള്ള ഞാനാണ്. നാട്ടിൽ നിന്ന് ഒരു 10-20 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ ഇങ്ങോട്ട്. അതായത് ഇവിടം വരെ, ഇപ്പം നമ്മൾ ഈ വന്ന സ്ഥലം വരെ എനിക്ക് തോന്നുന്നു ഒരു 20 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ. 20 കിലോമീറ്റർ ഇല്ല, അത് താഴെ ഉള്ളൂ. ഇവിടുന്ന് പോകണം, ഇവിടുന്ന് കുറച്ചധികം പോകണം മാമലക്കണ്ട്. പക്ഷെ എന്നാലും ഞാൻ ആലോചിക്കാറുണ്ട്, ഇത്രയും അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളൊന്നും നമ്മളിതുവരെ കണ്ടിട്ടില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമൊന്നും ആയിരിക്കൊന്നുമില്ല, ഒട്ടുമിക്ക എല്ലാ ആളുകളും ഇവിടെ ഇപ്പം എൻ്റെ നാട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ പോലും നമ്മുടെ സ്വന്തം നാട്ടിൽ കാണാത്ത എത്രയോ സ്ഥലങ്ങളുണ്ട്. ഈ പറയുന്ന പോലെ കൂടെ ബോർഡുകളൊന്നും കാണുന്നൊന്നുമില്ല. എന്നാലും പോയി നോക്കിയിട്ട് എവിടെയെങ്കിലും വഴി തെറ്റി തിരിച്ചു വരാം. തിരിച്ചു വന്നിട്ട് അടുത്ത ആൾക്കാരോട് ചോദിക്കും. ഇതേപോലെ ഇനിയും കയറാൻ ഉള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. എന്താ പറയാ, കോതമംഗലം, തട്ടേക്കാട്, ഈ ഒരു ഏരിയയിലൊക്കെ കാണാൻ ഇതേപോലെ കുറേ എന്താ പറയാ എക്സ്പ്ലോർ ചെയ്യാൻ കുറേ സ്ഥലങ്ങളുണ്ട്. പക്ഷെ അങ്ങനെ ഇവിടെ ഉള്ളവർ പോയിട്ടുണ്ടാവും, ചിലപ്പോൾ ഇങ്ങനെ പോയിട്ടുള്ളവരുണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നു വന്നാലും ഞാൻ പറഞ്ഞ പോലെ ഇതൊന്നും പോവാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമന്റ് ചെയ്യണേ. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുവരെ എന്താ പറയാ മാമലക്കണ്ടം, ഈ പറയണ നാടുകാണി മല, ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇന്ന് വരെ. ഞാൻ അയ്യപ്പൻകുടി അല്ലെങ്കിൽ പൂത്താൻകെട്ട് എന്നൊക്കെ ഉള്ള വേറെ കിളി പോയ കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ, അതൊക്കെ കണ്ടിട്ടുണ്ടല്ലാതെ ഇതേപോലെ വേറെ ഇതിനും അപ്പുറം കിളി പോയ സ്ഥലങ്ങളുണ്ടാവാം. അങ്ങനെ എന്തെങ്കിലും സ്ഥലങ്ങളുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമന്റ് ചെയ്യണം. ഇന്ന് വരെ പോവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് തേക്കാട്, കോതമംഗലൊക്കെ കിടന്നിട്ട് വേണ്ട കുട്ടമ്പുഴ വരെ കിടന്നിട്ട് ഈ പറയണ മാമ്പഴങ്ങളിൽ നിന്ന് വരെ കയറാത്ത എന്നെ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം.
അത്യാവശ്യം നല്ല കള്ള് ഷാപ്പുണ്ട്. കള്ള് ഷാപ്പിൽ കള്ള് മാത്രമല്ല കേട്ടോ, നല്ല ഫുഡും കിട്ടും. അതുകൊണ്ടാണ് കള്ള് ഷാപ്പുണ്ടെന്ന് തോന്നുന്നത്. പ്രത്യേകിച്ച് ഈ വനമേഖല അല്ലെങ്കിൽ ഈ ഒരു ഏരിയയ്ക്ക് നല്ല അടിപൊളി കുക്കൊക്കെ ഉണ്ടാവും. നല്ല ബീഫും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് അറിയാൻ പാടില്ല. എന്നാലും നല്ല നല്ല എന്താ പറയുക, നല്ല നല്ല ഫുഡ് ഉണ്ടാവും. അങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ട്. കല്ല് കുടിച്ച് ബോധം പോവുക എന്ന് മാത്രമല്ല, കല്ല് ഷാപ്പിൽ കയറിയാൽ നല്ല വയറിറച്ച് ഫുഡും കഴിക്കാം. അതും വേറൊരു രീതി തന്നെയാണ്. ചെറിയൊരു കവല കണ്ട് ഇതിൽ എൻ്റെ ആയിരിക്കും പോയി നോക്കാം. അവിടെ ബോർഡൊന്നുമില്ല. ഞാനും ഈ ആദ്യം പറഞ്ഞ പോലെ ഞാൻ അവിടെ നിന്ന് മെയിൻ റോഡിൽ നിന്ന് കയറിയ സമയത്ത് പറഞ്ഞല്ലേ, പണ്ട് ഒരുപാട് നാൾ മുമ്പ് എനിക്കൊരു പുലിമുരുകനൊക്കെ ഇപ്പം ഇറങ്ങിയിട്ട് എത്ര വർഷമായി. പുലിമുരുകൻ ഇറങ്ങിയ വർഷത്തിനേക്കാളും എന്തായാലും കുറച്ച് നാളുകൂടെ മുമ്പായിരിക്കുമല്ലോ അവിടെ ഷൂട്ട് ചെയ്തവിടെ. ആ ഒരു സമയത്ത് വന്നാണ്. ആ ഒരു സമയത്ത് അന്നും അത് ഈ പറയണ പോലെ അന്നും ഞാൻ ഈ പറയണ പോലെ ഇവിടെയൊക്കെ വന്ന് എനിക്ക് തോന്നുന്നു അത് ഇവിടുന്ന് കുറേ പോകണം, ഇവിടുന്ന് കുറച്ച് പോകണം. അത്രയും ദൂരമാണ് പോയിട്ടുള്ളൂ. ഒരു അത്യാവശ്യം ഫോറസ്റ്റൊക്കെ ഉണ്ട്. ആ ഫോറസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ആണ് ഞാൻ ചെന്ന് യെസ് ഇത് തന്നെ. ഇവിടം വരെ ഞാൻ വന്ന് ഇവിടെയല്ല കേട്ടോ, കുറച്ചുകൂടെയും പോയിട്ടുണ്ട് കേട്ടോ, കുറച്ചുകൂടെയും ഞാൻ പോയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ചുകൂടെയും പോയിട്ടാണ് പുലിമുരുകൻ്റെ ഷൂട്ട് ഉണ്ടായിരുന്നത്. അന്ന് ലാലേട്ടൻ പക്ഷെ ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ കാണുന്ന മെയിൻ റോഡ് ഉണ്ടല്ലോ, ഈ മെയിൻ റോഡിൻ്റെ അവിടെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്യാമായിരുന്നു. ഗാർഡിൻ്റെ അകത്ത് അവിടെ എവിടെയാണ്ടായിരുന്നു ഷൂട്ട്. പക്ഷേ ഷൂട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല. ലാലേട്ടനൊക്കെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ഇതേപോലെ മെയിൻ റോഡിൽ കണ്ട ആ ഒരു ഓർമ്മയുണ്ട്. അത് ഈ വഴിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ഫോറസ്റ്റ്. ഇതിനകത്ത് വരെയാണ് വന്നിട്ടുള്ളത്. ഇതിനപ്പുറത്തേക്ക് എന്താണ്, ഇതിനപ്പുറത്തേക്ക് എവിടെയാണ് മാമലക്കണ്ടം, ഏതാണ്, എങ്ങനെയാണെന്നൊന്നും പറയാൻ പാടില്ല. എന്തായാലും പോയി നോക്കാം. യെസ്, ഒരു ബോർഡുണ്ട്. ഇവിടെ ബോർഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലെഫ്റ്റാണ് പോകേണ്ടത്, മാമലക്കണ്ടം. പോയി നോക്കാം. പക്ഷെ ഞാനന്ന് നമുക്ക് ഇതിലാണ് കേട്ടോ പോകേണ്ടത്. നമുക്ക് ഇതാണ് ബോർഡ് കൊടുത്തേക്കണം. നമുക്ക് ഈ വഴിക്കാണ് പോകേണ്ടത്. ഈ വഴി തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. മാമലക്കണ്ടം ഇതിലാണ് പോകേണ്ടത്. പക്ഷെ ഞാൻ അന്ന് പോയത് ഈ വഴിക്കാണ് കേട്ടോ. ഈ വഴി പോയിട്ട് കുറച്ചിടെ പോയി കഴിഞ്ഞപ്പോൾ ഇതേപോലെ ലാലേട്ടൻ്റെ വണ്ടികളുണ്ടായിരുന്നു, ക്യാരവാൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ആൾ ഇതേപോലെ കാടിനകത്ത് എവിടെയായിരുന്നു ഷൂട്ട് കഴിഞ്ഞിട്ട് പിന്നെ ആൾ റോട്ടിൽ വന്നപ്പോൾ കണ്ട് ഇങ്ങനെ ഇതായതാണ്. എന്തായാലും നമുക്കിതിൽ പോയി നോക്കാം. വേറെ ആൾക്കാരുണ്ട് കേട്ടോ, ടൂറിസ്റ്റ് ഇറങ്ങി കുറേ പിള്ളേർ സെറ്റ് ഉണ്ട്. എന്തായാലും പോയി നോക്കാം. ഈ പിള്ളേർക്ക് നേരത്തെ അറിയാവുന്നതാണെങ്കിൽ ഈ പിള്ളേരെ ബാക്കി തന്നെ പോകും. ഇവിടുന്ന് ഇങ്ങോട്ട് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ട് പിന്നെ ഞാൻ പോയിട്ടില്ല. ഈ വഴിയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കയറി വരുന്നത്. എന്തായാലും ഇവിടുന്ന് 6 കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന ഞാനാണ് ആദ്യമായിട്ട് ഇതിലേക്ക് കയറി വരുന്നത്. അടിപൊളി വഴി. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇവിടുന്ന് എത്ര നേരം കൊണ്ട് എത്തുമെന്നോ, ഇതിനിടയ്ക്ക് ആനയുടെ ശല്യമൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല.
അവിടെ എത്ര മണി വരെ എന്താ പറയുക, അവിടെ നിന്ന് അങ്ങനെ കയറ്റി വിടുമോ, അല്ലെങ്കിൽ അവിടെ എത്ര സമയമാണ്. കാരണം ഫോറസ്റ്റ് ആണല്ലോ, ഈ ഫോറസ്റ്റ് ഫുള്ള് കാടാണെന്ന് പറയണ പോലെ ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടോ അങ്ങനെയൊന്നും അറിയില്ല. ചിലപ്പോൾ പോയോ അവിടം വരെ പോകാതെ കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു തരാം. ഇവിടെയും ഒരു ബോർഡ് കാണുന്നുണ്ട്, മാമലക്കണ്ടം അടിമാലി മൂന്നാർ. പക്ഷേ നമ്മുടെ ഈ വഴിയല്ല, വേറൊരു വഴി അത് ആനക്കയല്ല, കുട്ടമ്പുഴയിൽ നിന്ന് ആനക്കയല്ല, വേറൊരു വഴി ചപ്പാത്തൊക്കെ. ആ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് അത്ര ഓർമ്മയില്ല. അവിടെ നിന്ന് ഇതേപോലെ ഒരു പഴയ റൂട്ടുണ്ട്, മൂന്നാർ റൂട്ട്. ആ റൂട്ടും ഈ റൂട്ടും കണക്ട് ചെയ്യുന്ന റൂട്ടാണോ എന്നറിയില്ല, പക്ഷേ ആ റൂട്ടിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ചപ്പാത്ത് എന്നൊക്കെ പറഞ്ഞില്ലേ, ആ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് അത്ര ഓർമ്മയില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാനത് പിന്നീടത് പറയാത്തത്. പക്ഷെ കുഴപ്പമില്ല, ഞാനത് കമൻറ്റിൽ കൊടുക്കാം. ആ പേര് ഏതാണെന്നുള്ളത് ഞാൻ കമൻറ്റിൽ കൊടുക്കാം. തിരിച്ച് ചെന്നിട്ട് ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ പേരൻസിനോടോ ആരോടെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് ഞാൻ ആ പേര് കൊടുക്കാം. ഒക്കെ വീടിൻ്റെ അവിടെയുള്ള സ്ഥലങ്ങളായതാണ് ഇങ്ങനെ വണ്ടിയിലൊക്കെ പോകാൻ പറ്റുന്നത്. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വണ്ടി ഉണ്ടോ, സൈക്കിൾ ഉണ്ടോ, ചെണ്ട ഉണ്ടോ എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളൊരു ബാഗ് തൂക്കിയിടുന്നു, നടക്കുന്നു. നമ്മളിവിടുന്ന് കോതമംഗലത്ത് നിന്ന് നേരെ ബസ് കയറി നേരെ ആലുവ പോകുന്നു, ആലുവയിൽ നിന്ന് നേരെ ട്രെയിൻ കയറി ഡൽഹി പോകുന്നു. ഡൽഹിയിൽ നിന്ന് നമ്മൾ നമ്മുടെ തോന്നുന്നതനുസരിച്ച് നമ്മൾ നടക്കാൻ തോന്നുമ്പോൾ നടക്കും, ബസ്സിലെ പോകാൻ തോന്നുമ്പോൾ ബസ്സിൽ കയറും. ഇനി അതല്ല സൈക്കിൾ ഒരെണ്ണെടുത്തിട്ട് ചവിട്ടി പോകാൻ തോന്നുമ്പോൾ സൈക്കിൾ എടുത്ത് ചവിട്ടി പോകും. ബൈക്ക് ഒരെണ്ണെടുത്തിട്ട് ബൈക്ക് ഓടിക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ ഒരു വണ്ടി എടുക്കുക, ബൈക്ക് എടുത്ത് റെൻറ്റിനെടുത്ത് പോവുക. അങ്ങനെ നമുക്ക് പോവാം, നമുക്കൊക്കെ പോയി നോക്കുക. അതേപോലെ നമ്മുടെ മുമ്പിൽ വന്ന ആ പിള്ളേർ അവിടെ നിർത്തിയിട്ട് അവിടെ ഒരു ചെറിയ ഒരു വ്യൂ പോയിന്റ് പോലെ എന്തോ ഉണ്ട്. എനിക്കതിനെപ്പറ്റി വലിയ ധാരണയില്ല. എന്തായാലും നമുക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന, നമ്മുടെ കൂടെ എന്നല്ല, നമ്മുടെ കൂടെ വന്നല്ല, പക്ഷെ നമ്മൾ വന്ന സമയത്ത് നമ്മുടെ വഴിക്ക് നമ്മുടെ ഒപ്പം കയറി വന്ന പിള്ളേർ അവരവിടെ സ്റ്റോപ്പ് ചെയ്തു. നമുക്ക് ഈ പറഞ്ഞ പോലെ തിരിച്ചു വരുമ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് നിർത്തി നോക്കാം. എനിക്ക് തോന്നുന്നു ഈ പാലമൊക്കെ ഈയിടെ പണിതാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത്, അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത്
ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ ബസ്സുകളൊക്കെ അതായത് ഈ പാലമില്ലേ, ഈ പാലം എനിക്ക് തോന്നുന്നു ഈ ഇട വന്ന പാലമാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഓർമ്മ കണ്ടിട്ടുണ്ട്. ബസ്സൊക്കെ അതിലിങ്ങനെ ഇറങ്ങി ബസ് ഈ വെള്ളമില്ലേ, ഈ വെള്ളത്തിൻ്റെ അതിൽ കൂടെ ഇങ്ങനെ കയറി ബസ്സൊക്കെ ഇങ്ങനെ പോകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് എപ്പോഴാണ് പണിത് ഇതൊന്നും അറിയില്ല. പക്ഷെ ഇത് പുതിയ പാലാണെന്ന് എനിക്കറിയാം, കാരണം എനിക്ക് അങ്ങനെ ഒരു വീഡിയോ കണ്ടതുകൊണ്ട്. എൻ്റെ പഴയ പാലം ഏത് കോലത്തിൽ എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. പോയി നോക്കാം. ഇവിടെ ഒരു വ്യൂ പോയിന്റ് കാണുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടെ വണ്ടികളൊക്കെ നിർത്തിയിട്ടിട്ട് ആൾക്കാരൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. നമുക്കെന്തായാലും പോകാം, നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് പോകാം. നമുക്ക് നിർത്തണം, നമുക്ക് തിരിച്ചു വരുമ്പോൾ നിർത്തി വരാം. നമുക്കങ്ങ് പോകാം. ഇവിടെ ഒരു വ്യൂ പോയിന്റ് കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും തിരിച്ചു വരാം. നമുക്കിപ്പോൾ നേരെ അങ്ങ് പോകാം. നേരെ മാമലക്കുണ്ടം പോകാം. നമ്മൾ ഇറങ്ങി അവിടത്തേക്ക് പോകാം. നമുക്ക് തിരിച്ചു വരുമ്പോൾ ഇവിടെ നിർത്തി വരാം.